എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള ടൂട്ടാ പഹിയ എന്ന കവിതയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, टूटा पहिया नामक एक कविता आधुनिक हिंदी साहित्य के प्रसिद्ध कवि श्री धर्मवीर भारती की है. टूटा पहिया എന്നു പേരുള്ള ഈ കവിത ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ വിഖ്യാത കവിയായ धर्मवीर भारती എഴുതിയതാണ്. बच्चों, क्या आप धर्मवीर भारती के बारे में और कुछ जानते हैं? धर्मवीर भारती എന്ന കവിയെക്കുറിച്ച് നിങ്ങൾക്ക് വേറെന്തൊക്കെ കാര്യങ്ങൾ അറിയാം? देखिए, श्री धर्मवीर भारती का जन्म 25 दिसंबर 1926 को इलाहाबाद में हुआ था. धर्मवीर भारतीയുടെ ജനനം 1926 ഡിസംബർ മാസം 25-ാം തീയതി ഇലഹാബാദിൽ ആയിരുന്നു. आपका निधन 4 सितंबर 1997 को हुआ. അദ്ദേഹം മരണമടഞ്ഞത് 1997 സെപ്റ്റംബർ മാസം 4-ാം തീയതിയാണ്. आप एक कवि ही नहीं बल्कि आधुनिक हिंदी साहित्य के प्रमुख लेखक, नाटककार और सामाजिक विचारक भी हैं. आप एक कवि ही नहीं, അപ്പോൾ അദ്ദേഹം ഒരു കവി മാത്രമല്ല, അതിലുപരിയായി ബൽക്കി ആധുനിക ഹിന്ദി സാഹിത്യके പ്രമുഖ ലേഖക, ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ ലേഖകൻ, नाटककार നാടകകൃത്ത് और सामाजिक विचारक भी है, ഒരു സാമൂഹിക ചിന്തകനും കൂടി ആണ്. उन्हें कई पुरस्कार भी मिले हैं. അദ്ദേഹത്തിന് ഒത്തിരി ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. जैसे पद्मश्री, संगीत नाटक अकादमी, भारत भारती, व्यास सम्मान आदि. അപ്പോൾ ധർമ്മവീർ ഭാരതിക്ക് ഒത്തിരി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, അതുപോലെ സംഗീത നാടക അക്കാദമി പുരസ്കാരം, ഭാരത് ഭാരതി എന്ന പുരസ്കാരം, വ്യാസ സമ്മാൻ മുതലായ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. बच्चों, कविता की ओर जाने से पहले मैं आप लोगों का ध्यान एक चित्र की ओर ले जाना चाहता हूं. കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു ചിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. आपकी हिंदी पाठ्यपुस्तिका की पन्ना संख्या 19 में एक चित्र है. सरा देखिए. അപ്പോൾ നിങ്ങളുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ 19ാമത്തെ പേജിൽ ഒരു ചിത്രമുണ്ട്. അതൊന്ന് നോക്കൂ. इस चित्र में क्या क्या दिखाई देते हैं? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാമാണ് കാണാനായിട്ട് സാധിക്കുന്നത്? हाँ, चित्र में मुर्गी का बच्चा यानी चूजा है. അപ്പോൾ ചിത്രത്തിൽ ഒരു കോഴിക്കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. और फिर टूटी चप्पल है, ഒരു പൊട്ടിയ ചെരുപ്പ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാഡ് കാ പാനി ഹെ, ബാഡ് മാനെ വെള്ളപ്പൊക്കം, ഫ്ലഡ്. ബാഡ് കാ പാനി ഹെ, പ്രളയ ജലം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓർ ഘർ ഹെ, വീടുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. देखिए, यहाँ घर कैसे दिख रहे हैं? ഇവിടെ ഈ വീടുകൾ എപ്രകാരമാണ് കാണപ്പെടുന്നത്? हाँ, यहाँ के घर बाढ़ के पानी में डूबे हुए दिख रहे हैं. ഇവിടുത്തെ ഈ വീടുകളൊക്കെയും ആ പ്രളയജലത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് കാണുന്നത്. तो देखिए, यहाँ चूजा किसके ऊपर है? ഇവിടെ ഈ കോഴിക്കുഞ്ഞ് किसके ऊपर है? എന്തിന്റെ പുറത്താണ് നിൽക്കുന്നത്? हाँ, वो तो एक ठूठी चप्पल के ऊपर है.
ആ കോഴിക്കുഞ്ഞ് ഒരു പൊട്ടിയ ചെരുപ്പിന് പുറത്താണ് നിൽക്കുന്നത്. ബച്ചു യഹാം बाट में एक चूजा टूटी चप्पल के ऊपर बैठकर अपनी जान बचाने की कोशिश कर रहा है. ठीक है ना കുട്ടികളെ? ഇവിടെ ബാഡ്മേ ഈ വെള്ളപ്പൊക്കത്തിൽ एक चूसा ഒരു കോഴിക്കുഞ്ഞ് ടൂട്ടി ചപ്പൽ കെ ഊപ്പർ बैठकर ആ പൊട്ടിയ ചെരുപ്പിന്റെ പുറത്ത് ഇരുന്നിട്ട് अपनी जान बचाने की कोशिश कर रहा है. തന്റെ ജീവൻ രക്ഷിക്കുന്നതിനായിട്ട് പരിശ്രമിക്കുകയാണ്. ठीक है ना? ശരിയല്ലേ? यदि भी टूटी चप्पल किसी के द्वारा उपेक्षित या दूर फेंका हुआ एक बेकार चीज है. ഈ പൊട്ടിയ ചെരുപ്പ് किसी के द्वारा उपेक्षित ആരോ ഉപേക്ഷിച്ച या दूर फेंका हुआ ദൂരേക്ക് വലിച്ചെറിഞ്ഞ एक बेकार चीज है. ഒരു യൂസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. തോഫി എന്നിരുന്നാലും वो बाढ़ में एक चूजे की जान बचाती है. അത് ആ വെള്ളപ്പൊക്കത്തിൽ एक चूजे की जान बचाती है. ഒരു കോഴിക്കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. तो सोचिए बच्चों, ये चित्र हमसे क्या कह रहा है? ഈ ചിത്രം നമ്മോട് എന്താണ് പറയുന്നത്? या इस चित्र से हमें कौन सा संदेश मिलता है? അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നത്? हाँ, ये चित्र हमसे कह रहा है. ഈ ചിത്രം നമ്മോട് പറയുന്നു कि हर एक चीज या व्यक्ति का अपना महत्व है. ഓരോ വസ്തുവിനും അല്ലെങ്കിൽ വ്യക്തിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട്. अदा किसी भी चीज या व्यक्ति को बेकार समझकर उसकी उपेक्षा मत करो. അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിനെയും അല്ലെങ്കിൽ വ്യക്തിയെയും ബേക്കാർ സമജ്കർ ഉപയോഗശൂന്യമെന്ന് കരുതി, യൂസ്ലെസ് ആണെന്ന് കരുതി ഉസ്കി ഉപേക്ഷ മത് കരു അവയെ ഉപേക്ഷിക്കരുത്. പതാ നഹി കബ് ഉസ്കാ കാം ആയേഗ എപ്പോഴാണ് അത് നമുക്ക് പ്രയോജനപ്പെടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കുട്ടികളെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളിൽ പലപ്പോഴും നമുക്ക് തുണയാവുന്നത് ഒരുപക്ഷെ നാം ഒരു മൂല്യവും കൽപ്പിക്കാത്ത ബലഹീനരെന്നും കൊള്ളരുതാത്തവരെന്നും പറഞ്ഞ് നാം അകറ്റി നിർത്തിയിരുന്ന ഏതെങ്കിലും വ്യക്തികളോ ഉപയോഗശൂന്യമെന്ന് കരുതി നാം വലിച്ചെറിഞ്ഞിരുന്ന ഏതെങ്കിലും വസ്തുക്കളോ ആയിരിക്കും. അതാ ഇസ് ചിത്രക ഹമാരി സിന്ദഗി സെ അഢൂട്ട് സംബന്ധ് ഹെ. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് പൊട്ടിയ ചെരുപ്പിന് പുറത്തു കയറി തൻ്റെ ജീവൻ രക്ഷിക്കാനായി ശ്രമിക്കുന്ന ആ കോഴിക്കുഞ്ഞിൻ്റെ ചിത്രം നമ്മുടെ ജീവിതവുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്നു. ചിത്രക ചൂസ വാസ്തവമേ ഏക് പ്രതീക് ഹെ. ഈ ചിത്രത്തിലെ കോഴിക്കുഞ്ഞ് വാസ്തവത്തിൽ ഒരു പ്രതീകമാണ്. वो तो संकट में पड़े मानव का ആ കോഴിക്കുഞ്ഞ് പ്രതിസന്ധിയിലകപ്പെടുന്ന ആധുനിക മനുഷ്യന്റെ യാ ഹർ ജീവജന്തുവും കാ പ്രതിനിധിത്വ കർത്താ ഹെ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവജാലത്തെ പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത്. और टूटी चप्पल भी एक प्रतीक है. കോഴിക്കുഞ്ഞിനെ പോലെ തന്നെ वो टूटी चप्पल भी एक प्रतीक है. ആ പൊട്ടിയ ചെരുപ്പും ഒരു പ്രതീകമാണ്. वो तो नालायक समझकर ഉപേക്ഷിത വ്യക്തിക്ക് ആ പൊട്ടിയ ചെരുപ്പ് നാം യാതൊരു പ്രയോജനവുമില്ലാത്തതെന്ന് കരുതി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന വ്യക്തിയുടെ യാ ദൂർ ഫെങ്കി ഹുയി ചീസ് കാ അല്ലെങ്കിൽ നാം പാഴ്വസ്തു എന്ന് കരുതി വലിച്ചെറിഞ്ഞിരുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പ്രതീകമാണ്. ठीक है बच्चों, अब हमें ध्यान देना है जिंदगी में बेकार समझने वाली चीजों की मेहता बदाने वाली कविता ठूठा पहिया की वो. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗശൂന്യമെന്ന് അല്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ലാത്തതെന്ന് നാം കരുതി പോന്നിരുന്ന വസ്തുക്കളുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ठूठा पहिया എന്ന കവിതയാണ്. देखिए, ठूठा पहिया अर्थात ठूठा हुआ चक्र नामक एक कविता श्री धर्मवीर भारती के 7 गीत वर्ष नामक काव्य संकलन से ली गई है. तो ठूठा पहिया എന്ന അതായത്
ടൂട്ടാ ഹുവാ ചക്ര, പൊട്ടിയ രഥചക്രം എന്നു പേരുള്ള ഈ കവിത ധർമ്മവീർ ഭാരതിക്ക് സാത് ഗീത് വർഷ നാമക, ധർമ്മവീർ ഭാരതി എഴുതിയ സാത് ഗീത് വർഷ എന്നു പേരുള്ള കാവ്യ സങ്കലൻ സെ ലി ഗയി ഹെ, കാവ്യസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ये तो एक പ്രതീകാത്മക കവിത है. ടൂട്ടാ പഹിയ എന്ന ഈ കവിത ഒരു പ്രതീകാത്മകമായ കവിതയാണ്. यहाँ प्रतीकों को कवि ने महाभारत कथा से चुन लिया है. അപ്പോൾ ഈ കവിതയിൽ കവി മഹാഭാരത കഥയിൽ നിന്നാണ് പ്രതീകങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. कविता के द्वारा वे महाभारत के एक मार्मिक प्रसंग को हमारे सम्मुख प्रस्तुत करते हैं. അപ്പോൾ ഈ കവിതയിലൂടെ കവി മഹാഭാരത കഥയിലെ एक मार्मिक प्रसंग को, വളരെയധികം ഹൃദയകാരിയായ ഒരു സന്ദർഭത്തെ हमारे सम्मुख प्रस्तुत करते हैं, നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. महाभारत युद्ध के 13वां दिन कौरवों की ओर से ഗുരു ദ്രോണാചാര്യനെ ചക്രവ്യൂഹ की രചന की. മഹാഭാരത യുദ്ധത്തിന്റെ 13ാം ദിവസം കൗരവപക്ഷത്തു നിന്ന് ഗുരു ദ്രോണാചാര്യർ ചക്രവ്യൂഹം രചിക്കുകയുണ്ടായി. ഈ ചക്രവ്യൂഹമേ ഫസ്കർ, ഈ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട 16 വർഷീയ ബാലൻ, കേവലം 16 വയസ്സു മാത്രം പ്രായമുള്ള അർജുൻ പുത്ര അഭിമന്യു, അർജുനപുത്രനായ അഭിമന്യു കൗരവപക്ഷയ്ക്ക് ദ്രോണാചാര്യ കൃപാചാര്യ, കൗരവപക്ഷത്തെ ദ്രോണാചാര്യർ, കൃപാചാര്യർ, ദുര്യോധൻ, കർണ, ഭീഷ്മ ജैसे മുതലായ മഹാരഥിയോं का सामना करता है, മഹാരഥന്മാരെ നേരിടുന്നു. अपने पक्ष को अधर्म जानते हुए भी, തങ്ങളുടെ പക്ഷം അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്നത് അധർമ്മ ജാൻതേ ഹുയേ ഭി, അധർമ്മമാണ് എന്നറിയാമായിരുന്നിട്ടും മഹാരഥി അഭിമന്യു पर एक साथ आक्रमण करते हैं, ആ മഹാരഥന്മാർ അഭിമന്യുവിന് മേൽ ഒരുമിച്ച് ആക്രമിക്കുന്നു. അന്തുമേം ജബ് അഭിമന്യു നിഹത്തി ബൻ ജാതാ ഹെ, അവസാനം അഭിമന്യു നിരായുധനായി തീരുന്ന സമയത്ത് തബ് അപ്നെ രഥ കാ ടൂട്ടാ ഹുവാ പഹിയ ഉഠാക്കർ, അപ്പോൾ തന്റെ രഥത്തിന്റെ പൊട്ടിയ രഥചക്രമെടുത്ത് वो महारथियों का सामना करता है, അഭിമന്യു മഹാരഥന്മാരോട് പോരാടുന്നു. कवि धर्मवीर भारती जी ने टूटा पहिया नामक इस कविता में, कवि धर्मवीर भारती टूटा पहिया എന്നു പേരുള്ള ഈ കവിതയിലൂടെ മഹാഭാരത കഥാക്കെ, മഹാഭാരത കഥയിലെ ഈ പ്രസംഗിക്കോ, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഈ കഥാസന്ദർഭത്തെ പ്രതീക രൂപമേ ഗ്രഹൺ കർക്കെ, ഒരു പ്രതീകമായി സ്വീകരിച്ചുകൊണ്ട് ആധുനിക മാനവിക ജീവൻ സംഘർഷ കാ ചിത്രം കർത്തെ ഹെ, ആധുനിക മനുഷ്യന്റെ ചൂഷണത്തിനും പീഡനത്തിനും ഇരയാകുന്ന ആധുനിക മനുഷ്യന്റെ ജീവിത സംഘർഷത്തെയാണ് ചിത്രീകരിക്കുന്നത്. ठीक है बच्चों, कविता की ओर जरा ध्यान दीजिए. कविता का नाम है टूटा पहिया. കവിതയുടെ പേര് ടൂട്ടാ പഹിയ എന്നാണ്. എന്താണ് ഈ ടൂട്ടാ പഹിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹാ, इसका अर्थ हमने पहले बताया था. ഈ വാക്കിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പ്രതിപാദിച്ചതാണ്. ടൂട്ടാ പഹിയ का अर्थ है टूटा हुआ चक्र. ടൂട്ടാ പഹിയ എന്ന വാക്കിന്റെ അർത്ഥം പൊട്ടിയ ചക്രം എന്നാണ്. यहाँ तो रथ के टूटे हुए पहिये का संकेत है. ഇവിടെ രഥത്തിന്റെ പൊട്ടിയ ചക്രത്തെയാണ്, അല്ലെങ്കിൽ രഥത്തിൽ നിന്ന് ഇളകിയ ചക്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. पंक्तियां देखिए. मैं रथ का टूटा हुआ पहिया हूं, लेकिन मुझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. देखिए, यहाँ टूटा पहिया अर्थात टूटा हुआ चक्र स्वयं कहता है कि मैं रथ का टूटा हुआ पहिया हूं. तो ഇവിടെ ടൂട്ടാ പഹിയ, ആ പൊട്ടിയ ചക്രം സ്വയം നമ്മോട് പറയുകയാണ്,
मैं रथ का टूटा हुआ पहिया हूँ. ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे फेंको मत. എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ഒരു പാഴ്വസ്തുവെന്ന് കരുതി അല്ലെങ്കിൽ ഉപയോഗശൂന്യമായത് എന്ന് കരുതി എന്നെ വലിച്ചെറിയരുത്. ക്യാ ജാനേ കബ്. എപ്പോഴാണെന്നറിയില്ല. ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ. ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ. ദുരൂഹ് മേനെ മിസ്റ്റീരിയസ് അർത്ഥാത് സമജ്നെ മേ കഠിൻ, മനസ്സിലാക്കുന്നതിനേറെ പ്രയാസമുള്ള അല്ലെങ്കിൽ ദുരൂഹമായ. ചക്രവ്യൂഹമേ, ചക്രവ്യൂഹത്തിൽ. देखिए ये ചക്രവ്യൂഹ क्या है? എന്താണ് ഈ ചക്രവ്യൂഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യഹ് ചക്രവ്യൂഹ കാ ചിത്ര. ഇതാണ് ചക്രവ്യൂഹത്തിന്റെ ചിത്രം. ഹാ, ये ചക്രവ്യൂഹ तो एक सैनिक संरचना है. ഈ ചക്രവ്യൂഹം എന്ന് പറയുന്നത് एक सैनिक संरचना है, ഒരു സേനാ വിന്യാസമാണ്. युद्धशास्त्रों में वर्णित अनेक व्यूहों में से एक है चक्रव्यूह. യുദ്ധശാസ്ത്രത്തില് പ്രതിപാദിക്കുന്ന അനേകം വ്യൂഹങ്ങളിൽ, അനേകം സൈനിക വിന്യാസങ്ങളിൽ ഒന്നാണ് ചക്രവ്യൂഹവും. इसके संबंध में लिखा है कि, അപ്പോൾ ഈ ചക്രവ്യൂഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആസ്മാൻ സെ ദേഖേ തോ, ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് ഈ ചക്രവ്യൂഹം കാണപ്പെടുന്നത് एक घूमते हुए चक्र के समान, ഒരു ചുറ്റിത്തിരിയുന്ന ചക്രത്തെ പോലെ സൈന്യ ദിഖായി ദേത്തെ ഹെ, സൈനികരെയാണ് ഈ വ്യൂഹത്തിൽ കാണാൻ കഴിയുന്നത്. इसके प्रत्येक द्वार की रक्षा महारഥി നിഭാത്തെ ഹെ. ഈ ചക്രവ്യൂഹത്തിന്റെ ഓരോ കവാടങ്ങളുടെയും സംരക്ഷണം മഹാരഥന്മാർക്കാണ്. तो देखिए ദുരൂഹ ചക്രവ്യൂഹമേ, यहाँ तो लिखा है ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ, ഈ നിഗൂഢമായ ചക്രവ്യൂഹത്തിൽ. അക്ഷൗഹിണി സേനാവും കോ ചുനൗത്തി ദേത്താ ഹുവ. അക്ഷൗഹിണി സേനകൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട്, ചുനൗത്തിമേനെ വെല്ലുവിളി, വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് कोई ദുസ്സാഹസി അഭിമന്യു ആക്കർ ഘിർ ജായ്. ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു വന്ന് ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടില്ല എന്ന്. ഘിർജാനമേനെ വലയം ചെയ്യപ്പെടുക, ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടില്ല എന്ന് ആരറിഞ്ഞു. देखिए यहाँ അക്ഷൗഹിണി സേന की चर्चा है. ഇവിടെ അക്ഷൗഹിണി സേനയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ അക്ഷൗഹിണി സേന മാനെ ക്യാ ഹെ? എന്താണ് ഈ അക്ഷൗഹിണി സേന എന്ന് പറയുന്നത്? ഹാ, ഏതോ एक बहुत बड़ी सेना है, സമ്പൂർണ്ണ ചതുരംഗിണി സേന ഹെ അക്ഷൗഹിണി സേന. ഒരു വളരെ വലിയൊരു സേനയാണ് അക്ഷൗഹിണി സേന, ഒരു പൂർണ്ണമായ ചതുരംഗിണി സേനയാണ്. ചതുരംഗിണി സേന എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും? രഥങ്ങൾ ഉണ്ടാവും, ആനപ്പട ഉണ്ടാവും, കുതിരപ്പട ഉണ്ടാവും, അതുപോലെ തന്നെ കാലാൾപ്പടയും ഉണ്ടാവും. देखिए एक अक्षौहिणी सेना में 21,870 രഥ, 21,870 രഥങ്ങളും 21,870 ഹാത്തി, അതേ എണ്ണത്തിലുള്ള 21,870 എണ്ണം ആനപ്പടയും 65,610 65,610 ഘോഡെ കുതിരപ്പടകൾ എന്ന് പറഞ്ഞാൽ ഈ രഥങ്ങളുടെയും അല്ലെങ്കിൽ ആനകളുടെയും 3 ഇരട്ടി കുതിരപ്പടയും. और 1,09,350 സൈനിക ഹോത്തെ ഹെ. 1,09,350 കാലാൾപ്പടയും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പ്രതിപാദിച്ച രഥങ്ങളുടെയും ആനകളുടെയും 5 ഇരട്ടി കാലാൾപ്പടയും അവിടെ ഉണ്ടാവും. तो देखिए बच्चों, ചക്രവ്യൂഹ में तैनात അക്ഷൗഹിണി സേനാവും, ഈ ചക്രവ്യൂഹത്തിൽ നിലയുറപ്പിച്ചിരുന്ന അക്ഷൗഹിണി സേനയ്ക്ക് ചുനൗത്തി ദേത്താ ഹുവ. ചുനൗത്തി മേനെ ചലഞ്ച്, വെല്ലുവിളി, വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് कोई ദുസ്സാഹസി അഭിമന്യു ആക്കർ ഘിർ ജായ്. ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു വന്ന് ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടാം. देखिए यहाँ अभिमन्यु को ദുസ്സാഹസി കഹാ ഗയാ ഹെ. അപ്പോൾ ഇവിടെ അഭിമന്യുവിനെ ദുസ്സാഹസി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ക്യോം അഭിമന്യു കോ ദുസ്സാഹസി കഹാ ഗയാ ഹെ? എന്തുകൊണ്ടാണ് ഇവിടെ അഭിമന്യുവിനെ അങ്ങനെ ദുസ്സാഹസി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ക്യാ സാഹസി ഓർ ദുസ്സാഹസി വ്യക്തി മേ കോയി ഖാസ് അന്തർ ഹെ? ഒരു
സാഹസിയും അല്ലെങ്കിൽ സാഹസികനും ദുസ്സാഹസിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അന്തർ ഹെ, അവർ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. एक व्यक्ति को साहसी तब कहा जाता है जब वो साहस दिखाता है. ഒരു വ്യക്തിയെ നമ്മൾ സാഹസികൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? അയാൾ സാഹസ് ദിഖാതാ ഹെ, ഒരു സാഹസം അല്ലെങ്കിൽ ധൈര്യം കാട്ടുമ്പോഴാണ്. लेकिन यहाँ वीर अभिमन्यु को साहसी न कहकर दुस्साहसी कहा गया है. അപ്പോൾ ഇവിടെ വീരനായ അഭിമന്യുവിനെ സാഹസി എന്ന് പ്രതിപാദിക്കാതെ ദുസ്സാഹസി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇസ്കാ കാരൺ തോ ഏക് ഹി. അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജീത് കി 1% പ്രതീക്ഷ ന ഹോനെ പർ ഭി, വിജയിക്കുമെന്ന് 1% പോലും പ്രതീക്ഷ ഇല്ലാതിരുന്നിട്ടും അഭിമന്യു ദ്വാരാ ദിഖായ ഗയ സാഹസ് സാഹസ് നഹി ദുസ്സാഹസ് താ. ഇവിടെ അഭിമന്യു യുദ്ധഭൂമിയിൽ കാട്ടുന്ന ആ ധൈര്യം ഒരിക്കലും ഒരു സാഹസികതയല്ല, ദുസ്സാഹസികതയാണ്. दुस्साहस माने व्यर्थ का साहस या अनुचित साहस. ദുസ്സാഹസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യർത്ഥമായ സാഹസം അല്ലെങ്കിൽ അനുചിതമായ സാഹസം എന്നുള്ളതാണ്. അതായത് ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വേണ്ടി കാട്ടുന്ന സാഹസം അല്ലെങ്കിൽ നിഷ്പ്രയോജന സാഹസത്തെയാണ് ദുസ്സാഹസം എന്ന് വിശേഷിപ്പിക്കുന്നത്. അഭിമന്യു ഇവിടെ കാട്ടുന്നതും അത് തന്നെയാണ്. ठीक है बच्चों, कविता की प्रारंभिक पंक्तियां एक बार फिर देखिए. കവിതയുടെ ഈ ആരംഭത്തിലെ ഈ വരികൾ ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കൂ. मैं रथ का टूटा हुआ पहिया हूं. ഞാൻ രഥത്തിന്റെ പൊട്ടിയ അല്ലെങ്കിൽ ഇളകിയ ചക്രമാണ്. लेकिन मुझे फेंको मत, എന്നാൽ എന്നെ വലിച്ചെറിയരുത്, ഉപേക്ഷിക്കരുത്. क्या जाने कब, എപ്പോഴാണെന്നറിയില്ല. इस दुरूह चक्रव्यूह में, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണി സേനാവും കോ ചുനൗത്തി ദേതാ ഹുവ, അക്ഷൗഹിണി സേനകൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കൊയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഘിർ ജായേ, ഏതെങ്കിലും ദുസ്സാഹസിയായ അഭിമന്യു വന്ന് അകപ്പെടുന്നത് എപ്പോഴാണെന്നറിയില്ല. അതുകൊണ്ട് രഥത്തിന്റെ ഇളകിയ ചക്രമായ എന്നെ ഉപേക്ഷിക്കരുത്. देखिए बच्चों, यहाँ महाभारत कथा के अभिमन्यु से संबंधित मार्मिक प्रसंग का चित्रण है. ഇവിടെ മഹാഭാരത കഥയിലെ അഭിമന്യുവുമായി ബന്ധപ്പെടുത്തിയുള്ള ഹൃദയകാരിയായ അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ ഒരു സന്ദർഭമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. तो हमें देखना है कि महाभारत के इस प्रसंग को कवि ने यहाँ क्यों प्रस्तुत किया है. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് മഹാഭാരത കഥയിലെ ഈസ് പ്രസംഗിക്കോ, ഈ ഒരു കഥാസന്ദർഭത്തെ, അഭിമന്യുവുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ കഥാസന്ദർഭത്തെ കവി യഹാ ക്യോം പ്രസ്തുത കിയാ ഹൈ, കവി ഇവിടെ എന്തിനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ക്യാ മഹാഭാരത കഥാ കെ ഈസ് പ്രസംഗിക്കോ കവി യഹാ ദോഹരാനാ ചാഹത്തെ ഹൈ. മഹാഭാരത കഥയിലെ ഈ കഥാസന്ദർഭത്തെ കവി ഇവിടെ വീണ്ടും ആവർത്തിക്കുവാനാണോ ശ്രമിക്കുന്നത്? നഹി, ഒരിക്കലുമില്ല. വാസ്തവമേ കവി ചാഹത്തെ ഹൈ, വാസ്തവത്തിൽ കവി ആഗ്രഹിക്കുന്നത് कि മഹാഭാരത കഥാക്കെ ഇസ് പ്രസംഗിക്കെ ദോര, മഹാഭാരത കഥയുടെ ഈ കഥാസന്ദർഭത്തിലൂടെ, അഭിമന്യുവുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ കഥാസന്ദർഭത്തിലൂടെ വർത്തമാൻ സമാജ് की संकटपूर्ण परिस्थितियों को हमारे सम्मुख प्रस्तुत करे. വർത്തമാൻ സമാജ് की, ആധുനിക സമൂഹത്തിലെ സങ്കടപൂർണ്ണ പരിസ്ഥിതിയോ, വളരെയധികം ദുരിതപൂർണമായ അല്ലെങ്കിൽ വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഈ സാഹചര്യങ്ങളെ ഹമാരെ സമ്മുഖ് പ്രസ്തുത കരെ, നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കവി ഈ കവിതയിലൂടെ ശ്രമിക്കുന്നത്. हमने पहले ही चर्चा की थी, ये तो एक प्रतीकात्मक कविता है. അപ്പോൾ നാം നേരത്തെ പരാമർശിച്ചതാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്തതാണ്, ഇതൊരു പ്രതീകാത്മകമായ കവിതയാണ്. महाभारत कथा से संबंधित जिन व्यक्तियों एवं चीजों का जिक्र यहाँ किया है वे सब के सब वर्तमान समाज के प्रतीक है. അപ്പോൾ മഹാഭാരത കഥയുമായി ബന്ധപ്പെടുത്തി ഏതൊക്കെ വ്യക്തികളെയും അല്ലെങ്കിൽ വസ്തുക്കളെയുമാണോ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്, അതൊരുപക്ഷെ അഭിമന്യു ആവട്ടെ, ചക്രവ്യൂഹമാകട്ടെ, അക്ഷൗണി സേനയാവട്ടെ, അങ്ങനെ മഹാഭാരത കഥയുമായി ബന്ധപ്പെടുത്തി
ഏതെല്ലാം വ്യക്തികളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്, അവയെല്ലാം വർത്തമാൻ സമാജ് പ്രതീക, ആധുനിക കാലഘട്ടത്തിന്റെ പ്രതീകമാണ്. कविता के प्रतीकों की ओर जरा ध्यान दीजिए. देखिए, यहाँ रथ जीवन यानी जिंदगी का प्रतीक है. അപ്പോൾ ഈ കവിതയിൽ രഥം ജീവിതത്തിന്റെ പ്രതീകമാണ്. ടൂട്ടാ पहिया टूटा हुआ मानव मूल्य का प्रतीक है. പൊട്ടിയ രഥചക്രം നഷ്ടപ്പെടുന്ന മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമാണ്, അല്ലെങ്കിൽ തകരുന്ന മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമാണ്. അപ്പോൾ മാനുഷിക മൂല്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രേം, സ്നേഹം, ശാന്തി, സമാധാനം, അഹിംസ, ന്യായ, നീതി, ഈമാൻദാരി, വിശ്വസ്തത ആദി മുതലായവയാണ്. അതുകൂടാതെ ഈ പൊട്ടിയ രഥചക്രം ഉപേക്ഷിത ലഘു മാനവിക പ്രതീക, പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യന്റെ പ്രതീകം കൂടിയാണ്, അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യന്റെ പ്രതീകം കൂടിയാണ്. और चक्रव्यूह जीवन की विषमताओं या समस्याओं का प्रतीक है. ഇനി ഇതിലെ ചക്രവ്യൂഹം എന്ന് പറയുന്നത് ജീവിതത്തിലെ വിഷമതകളുടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുടെ പ്രതീകമാണ്. अक्षौहिणी सेना समाज के शोषण एवं पीड़न की व्यवस्था का प्रतीक है. അപ്പോൾ ഈ കവിതയിലൂടെ പരാമർശിക്കുന്ന അക്ഷൗഹിണി സേന എന്ന് പറയുന്നത് സമാജ് കെ ശോഷൺ ഏവം പീഡൻ കി വ്യവസ്ഥ കാ പ്രതീക, സമൂഹത്തിലെ ചൂഷണ അല്ലെങ്കിൽ പീഡന വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിന്റെ പ്രതീകമാണ്. और അഭിമന്യു ശോഷിത और പീഡിത ജൻ കാ പ്രതീക, ചൂഷണത്തിന് വിധേയരാകുന്ന അല്ലെങ്കിൽ പീഡനത്തിന് വിധേയരാകുന്ന സാധാരണ മനുഷ്യന്റെ പ്രതീകമാണ്. അല്ലെങ്കിൽ അധർമ്മക്ക് വിരോധി കാ പ്രതീക, അധർമ്മത്തിനെ എതിർക്കുന്ന വ്യക്തിയുടെ പ്രതീകമാണ്. ദുസ്സാഹസി യുവ പീഠി കാ പ്രതീക, ദുസ്സാഹസം കാട്ടുന്ന എന്തിനെതിരെയും പോരാടാൻ ഉറച്ചിറങ്ങുന്ന യുവതലമുറയുടെ പ്രതീകമാണ്. तो बच्चों, कविता के इन प्रतीकों के आधार पर കവിതയിലെ ഈ പ്രതീകങ്ങളെ അടിസ്ഥാനമാക്കി മഹാഭാരത കഥാസന്ദർഭത്തിലൂടെ കവി നൽകുന്ന ഈ പ്രതീകങ്ങളെ അടിസ്ഥാനമാക്കി വർത്തമാൻ പരിവേഷ് में ഇന്നത്തെ ഈ ചുറ്റുപാടുകളിൽ കവി ഹംസെ ക്യാ ബതാനാ ചാഹത്തെ ഹൈ, കവി നമ്മോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് അതൊന്നുകൂടെ ഒന്ന് നോക്കിയാലോ. കവിത की प्रारंभिक पंक्तियों को एक बार फिर देखिए. കവിതയിലെ ഈ ആരംഭ വരികൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കൂ. എന്താണ് കവി ഈ കവിതയിലൂടെ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. यहाँ ठूठा पहिया अर्थात टूटा हुआ मानव मूल्य या उपेक्षित लघु मानव हमसे कहता है. അപ്പോൾ ഇവിടെ ठूठा पहिया പൊട്ടിയ രഥചക്രം, അതായത് ठूठा हुआ मानव मूल्य തകരുന്ന മാനുഷിക മൂല്യം, അല്ലെങ്കിൽ ഉപേക്ഷിത ലഘു മാനവ് തിരസ്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യൻ ഹംസെ कहता है നമ്മോട് പറയുകയാണ്. मैं रथ यानी जीवन का ठूठा हुआ मानव मूल्य हूं. ഞാൻ രഥത്തിന്റെ അതായത് ജീവിതത്തിന്റെ നഷ്ടമാകുന്ന മാനുഷിക മൂല്യമാണ്. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാനുഷിക മൂല്യങ്ങൾ നഷ്ടമായിരിക്കുന്നു. അതായത് സ്നേഹം, സമാധാനം, അഹിംസ, നീതി, വിശ്വാസ്യത എന്നിവ ജീവിതത്തിൽ നിന്ന് അകന്നുപോയിരിക്കുകയാണ്. ठीक उसी प्रकार उपेक्षित लघु मानव भी തിരസ്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യനും ഇന്ന് ജിന്ദഗി സെ പൂർണ്ണത അലഹ് ഹെ, ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നുപോയിരിക്കുകയാണ്. देखिए, मैं रथ का ठूठा हुआ पहिया हूं. ഞാൻ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ അല്ലെങ്കിൽ കൈമോശം വന്നുപോയ മാനുഷിക മൂല്യമാണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യനാണ്. ലേക്കിൻ മുझे फेंको मत, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ക്യാ ജാനെ കബ്, എപ്പോഴാണെന്നറിയില്ല. യിസ് ദുരൂഹ ചക്രവ്യൂഹമേ, ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിൽ, അർത്ഥാത് ജീവൻ കി സമസ്യാവോമേ, ജീവിതത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് നടുവിൽ
ജയ്സെ ഉദാഹരണമായിട്ട് ഗരീബി, അസമാനത, ശോഷൺ ആദി. ദാരിദ്ര്യം, അസമത്വം, ചൂഷണം മുതലായ ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് നടുവിൽ അക്ഷൗഹിണി സേനാവോങ്കോ ചുനൗത്തി ദേത്താ ഹുവ. അക്ഷൗഹിണി സേനയ്ക്ക്, അതായത് സമാജിക്ക് ശോഷൺ ഏവം പീഡൻ കി വ്യവസ്ഥ കോ, സമൂഹത്തിലെ ചൂഷണ പീഡന സമ്പ്രദായങ്ങൾക്ക്, യാ അത്യാചാരി ശോഷകോങ്കോ അല്ലെങ്കിൽ അന്യായം പ്രവർത്തിക്കുന്ന ചൂഷകർക്ക് ചുനൗത്തി ദേത്താ ഹുവ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കൊയ് ദുസ്സാഹസി അഭിമന്യു യാനി ശോഷിത ഓർ പീഡിത വ്യക്തി, ഏതെങ്കിലും ഒരു ദുസ്സാഹസിയായ അഭിമന്യു, അതായത് ശോഷിത ഓർ പീഡിത വ്യക്തി, ചൂഷണത്തിനും പീഡനത്തിനും വിധേയനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അധർമ്മക്ക് വിരോധി, അധർമ്മത്തിന് എതിരെ ശബ്ദമുയർത്തുന്നവൻ, ആഖിർ ഘിർ ജായേ, ഈ അധർമ്മത്തിന്റെ ചതിക്കുഴിയിൽ വന്ന് വലയം ചെയ്യപ്പെടാം. അഥാ രഥ് കാ ഠൂട്ടാ ഹുവ പഹിയ യാനി ജീവൻ കാ ഠൂട്ടാ ഹുവ മാനവ മൂല്യ കേതാ ഹെ. അതുകൊണ്ട് തന്നെ രഥത്തിന്റെ ആ പൊട്ടിയ ചക്രം, അതായത് ജീവിതത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന മാനുഷിക മൂല്യം നമ്മോട് പറയുകയാണ്, മുച്ചേ ഫേങ്കോ മത്, എന്നെ വലിച്ചെറിയരുത്, ഉപേക്ഷിക്കരുത്. ठीक है बच्चों, अब हमें कविता की आगे की पंक्तियां देखें. ഇനി നമുക്ക് കവിതയുടെ ശേഷിക്കുന്ന വരികൾ നോക്കാം. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूं. देखिए, अपने पक्ष को असत्य जानते हुए भी, തങ്ങളുടെ പക്ഷം അസത്യമാണ് എന്നറിഞ്ഞിട്ടും, അതായത് അപ്ന പക്ഷ അധർമ്മ കർ രഹാ ഹെ യെ ജാൻകർ ഭി, അപ്പോൾ തങ്ങൾ ചെയ്യുന്നത് അധർമ്മമാണ് എന്ന് അറിഞ്ഞിട്ടും, ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരഥന്മാർ, അർത്ഥാത് കൗരവപക്ഷത്തെ ദ്രോണാചാര്യർ, കൃപാചാര്യർ, ദുര്യോധനൻ, കർണൻ, അശ്വത്ഥാത്മാവ്, ഭീഷ്മർ തുടങ്ങിയ മഹാൻ യോദ്ധാവുനെ മിൽക്ക്, മഹാന്മാരായ യോദ്ധാക്കൾ ഒരുമിച്ച് ചേർന്ന് അഖേലി നിഹത്തി ആവാസ്കോ, ഏകനായ നിരായുധന്റെ ശബ്ദത്തെ, അതായത് ചക്രവ്യൂഹമേ ഫസേ അഖേല നിരായുധ അഭിമന്യു കി ആവാസ്കോ, ചക്രവ്യൂഹത്തിലകപ്പെട്ട ഏകനായ നിരായുധനായ അഭിമന്യുവിന്റെ ശബ്ദത്തെ, അല്ലെങ്കിൽ ഉസ്കെ ആക്രമൺകോ, അവന്റെ ആക്രമണത്തെ, യുദ്ധനീതികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആയുധമില്ലാത്ത ഒരുവനെ ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചുകൊണ്ട് അപ്പിന്നെ ബ്രഹ്മാസ്ത്രം സേ കുചൽ ദേനാ ചാഹേ, തങ്ങളുടെ ബ്രഹ്മാസ്ത്രങ്ങളാൽ കുചൽ ദേനാ ചാഹേ, കുചൽ നമേനെ രൗന്ദന, ചവിട്ടി മെതിക്കുക, തങ്ങളുടെ ബ്രഹ്മാസ്ത്രങ്ങളാൽ ചവിട്ടി മെതിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ, അതായത് തങ്ങളുടെ ബ്രഹ്മാസ്ത്രങ്ങളാൽ നിരായുധനായ അഭിമന്യുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കോശിഷ് കർത്തേ ശ്രമയ, പരിശ്രമിക്കുന്ന സമയത്ത് പഹിയ, അപ്പോൾ രഥത്തിന്റെ പൊട്ടിയ ചക്രമാകുന്ന ഈ ഞാൻ, ഉസ്കെ ഹാഥോമേ, നിരായുധനായ ആ അഭിമന്യുവിന്റെ കരങ്ങളിൽ, ഹത്തിയാർ ബൻകർ, ഒരു ആയുധമായി നിലകൊണ്ട്, ബ്രഹ്മാസ്ത്രം സേ ലോഹാ ലേ സക്താ ഹൂ, ആ ബ്രഹ്മാസ്ത്രങ്ങളോട് പോരാടാൻ എനിക്ക് കഴിയും. देखिए, यहाँ ब्रह्मास्त्र के बारे में चर्चा है. ഇവിടെ ബ്രഹ്മാസ്ത്രത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ ബ്രഹ്മാസ്ത്ര ക്യാ ഹെ, എന്താണ് ഇവിടുത്തെ ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്? ഹാ, ये तो एक प्रकार का प्राचीन कल्पित अस्त्र है. ഇത് ഒരു പ്രത്യേകതരം പ്രാചീനമായ ദിവ്യായുധമാണ്. जो मंत्र द्वारा चलाता है, മന്ത്രോച്ചാരണത്തിലൂടെ ശത്രുവിന്മേൽ പ്രയോഗിക്കാവുന്ന ഒന്നാണ് ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്. കഫി വിഫൽ ന ഹോനി കി യുക്തി, ഒരിക്കലും പിഴയ്ക്കാത്തത് എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഒരിക്കലും പിഴയ്ക്കാത്തൊരു ആയുധം എന്നാണ് ബ്രഹ്മാസ്ത്രത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. ബ്രഹ്മാസ്ത്രം ഏതൊരു വ്യക്തിയുടെ നേർക്കാണോ പ്രയോഗിക്കുന്നത്, അത് തീർച്ചയായും ലക്ഷ്യപ്രാപ്തി നേടുക തന്നെ ചെയ്യും. देखिए बच्चों,
कविता के इस भाग में भी कवि ने प्रतीकों का इस्तेमाल किया है. കവിതയുടെ ഈ ഭാഗത്തിലും കവി പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. യഹാം മഹാരഥി, കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന മഹാരഥന്മാർ വാസ്തവത്തിൽ ഇന്നത്തെ സമൂഹത്തിലെ അധർമ്മികളെയും അത്യാചാരി ആക്രമണകാരികളെയും और शोषक का प्रतीक है, ചൂഷകരെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. तो ब्रह्मास्त्र, എന്നാൽ ബ്രഹ്മാസ്ത്രം അധർമ്മ और अत्याचार का प्रतीक है, അധർമ്മത്തിന്റെയും അനാചാരത്തിന്റെയും പ്രതീകമാണ്. तो बच्चों, इन प्रतीकों के सहारे, ഈ പ്രതീകങ്ങളിലൂടെ कवि ने इन पंक्तियों में, कवि ഈ വരികളിൽ वर्तमान समाज का कैसा चित्रण किया है, ഇന്നത്തെ സമൂഹത്തെ കുറിച്ച് എപ്രകാരമാണ് ചിത്രീകരിക്കുന്നത്. സരാ एक बार फिर पंक्तियां देखिए, ഒരിക്കൽ കൂടി ആ വരികൾ ഒന്ന് നോക്കൂ. अपने पक्ष को असत्य जानते हुए भी, തങ്ങളുടെ പക്ഷം അസത്യമാണ് എന്നറിഞ്ഞിട്ടും, അതായത് अपने पक्ष में न्याय नहीं है ये जानकर भी, തങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല എന്നറിഞ്ഞിട്ടും അധർമ്മികളും അത്യാചാരി ആക്രമണകാരികളും और शोषक व्यक्ति, ചൂഷകരുമായ വ്യക്തികൾ അകേലി നിഹത്തി ആവാസ് കോ, ഏകനായ നിരായുധന്റെ ശബ്ദത്തെ, അതായത് अधर्म के विरोधी शोषित एवं पीड़ित निरायुध व्यक्ति को, അധർമ്മത്തിന് എതിരെ ശബ്ദമുയർത്തുന്ന ശോഷിത ഏവം പീഡിത നിരായുധ വ്യക്തിക്കോ, ചൂഷണത്തിനും പീഡനത്തിനും വിധേയനായ നിരായുധനായ വ്യക്തിയെ അപ്പനെ ബ്രഹ്മാസ്ത്രം സേ, തങ്ങളുടെ ബ്രഹ്മാസ്ത്രങ്ങളാൽ, അർത്ഥാത് അധർമ്മ और അത്യാചാരവും സേ, അധർമ്മത്താലും അതിക്രമത്താലും കുചൽ ദേനെ കാ പ്രയാസ് കരേന്തോ, രൗന്ദിനേക്ക അല്ലെങ്കിൽ ചവിട്ടി മെതിക്കുന്നതിന് പരിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് പരിശ്രമിക്കുമ്പോൾ തബ് മൈ രഥ കാ ടൂട്ടാ ഹുവാ പഹിയ, അപ്പോൾ ഞാൻ രഥത്തിന്റെ പൊട്ടിയ ചക്രം, അതായത് ജീവൻ കാ ടൂട്ടാ ഹുവാ മാനവ മൂല്യം, ജീവിതത്തിലെ നഷ്ടമായി പോയ മാനുഷിക മൂല്യമാകുന്ന ഞാൻ, യാ ഉപേക്ഷിത ലഘുമാനവ് അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യനാകുന്ന ഞാൻ, ഉസ്കെ ഹാത്തോ മേ, അവന്റെ കൈകളിൽ, അതായത് അധർമ്മ और शोषण के विरोध में लड़ने वाले व्यक्ति के हाथों में, അധർമ്മത്തിനും ചൂഷണത്തിനുമെതിരെ പോരാടുന്ന വ്യക്തിയുടെ കരങ്ങളിൽ ഹത്യാർ ബൻകർ, ആയുധമായി നിലകൊണ്ട് ബ്രഹ്മാസ്ത്രം സേ ലോഹാലെ സക്താഹും, ബ്രഹ്മാസ്ത്രങ്ങളോട് എനിക്ക് പോരാടാൻ കഴിയും. അർത്ഥാത് അധർമ്മ और അത്യാചാരവും के विरोध में, അതായത് അധർമ്മത്തിനും അതിക്രമത്തിനുമെതിരായിട്ട് ആക്രമൺ കർ സക്താ ഹെ, പോരാടുവാനായിട്ട് കഴിയും. യഹാ കവി പരോക്ഷ രൂപമേ ബതാത്തെ ഹേ കി, ഇവിടെ കവി പരോക്ഷമായിട്ട് നമ്മോട് പറയുന്നത് ആജ് സൻസാർ മേ ടൂട്ടേ ഹുയേ മാനവ മൂല്യോ കി, ഇന്ന് സമൂഹത്തിന് തകരുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ കൈമോശം വന്നുപോയ മാനുഷിക മൂല്യങ്ങളുടെ, സ്നേഹം, സമാധാനം, അഹിംസ, നീതി, വിശ്വാസ്യത തുടങ്ങിയ മാനുഷിക മൂല്യങ്ങളുടെ അല്ലെങ്കിൽ ഉപേക്ഷിത ലഘുമാനവിക്ക്, തിരസ്കരിക്കപ്പെട്ട നിസ്സാരരായ മനുഷ്യരുടെ ആവശ്യം ഉണ്ട്. अब हमें कविता की अंतिम पंक्तियों की ओर ध्यान दें. ഇനി നമുക്ക് ഈ കവിതയുടെ അവസാനത്തെ വരികൾ നോക്കാം. मैं रथ का टूटा हुआ पहिया हूं, लेकिन मुझे फेंको मत, इतिहासों की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. देखिए अंत में यहाँ रथ का टूटा हुआ पहिया, ഇവിടെ അവസാനമായിട്ട് രഥത്തിന്റെ ആ പൊട്ടിയ ചക്രം, അർത്ഥാത് ജീവൻ കാ ടൂട്ടാ ഹുവ മാനവ മൂല്യ, ജീവിതത്തിലെ നഷ്ടമാകുന്ന അല്ലെങ്കിൽ തകരുന്ന മാനുഷിക മൂല്യം, യാ ഉപേക്ഷിത ലഘുമാനവ് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യർ, ഹംസെ ബതാത്തെ ഹെ, നമ്മോട് പറയുകയാണ്, മേ രഥ കാ ടൂട്ടാ ഹുവ पहिया ഹൂം, ഞാൻ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുന്ന മാനുഷിക മൂല്യമാണ്. ലേക്കിൻ മുझे फेंको मत, എന്നാൽ എന്നെ വലിച്ചെറിയരുത്.
अर्थात मुझे अनुपयोगी या तुच्छ समझकर എന്നെ ഉപയോഗമില്ലാത്തതെന്നോ അല്ലെങ്കിൽ നിസ്സാരമായതെന്നോ കരുതിയിട്ട് മത് ഫേങ്കോ ഉപേക്ഷിക്കരുത്, വലിച്ചെറിയരുത്. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഇതിഹാസോं की सामूहिक गति, ഇതിഹാസ് मैंने ചരിത്രം, यहाँ മാനവ ഇതിഹാസ് की सामूहिक गति, മാനവ ചരിത്രങ്ങളുടെ പ്രയാണം അഥവാ മാനവരാശിയുടെ മുന്നോട്ടുള്ള പോക്ക് സഹസ छूटी पड़ जाने पर, സഹസ പെട്ടെന്ന് छूटी पड़ जाने पर തെറ്റായ പാതയിലൂടെയാകുമ്പോൾ, അതായത് മാനവരാശി മഹാഭാരത യുദ്ധഭൂമിയിലേതുപോലെ സത്യ और धर्म के पथ को छोड़कर, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാത വിട്ട് ചലേന്തു മുന്നോട്ട് പോവുകയാണ് എങ്കിൽ क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले, സത്യത്തിന് പൊട്ടിയ രഥചക്രങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല എന്ന് ആരറിഞ്ഞു. അർത്ഥാത് ധർമ്മ की स्थापना के लिए सच्चाई को, അതായത് മനുഷ്യ സമൂഹത്തിൽ ധർമ്മം സ്ഥാപിക്കുന്നതിന് സത്യത്തിന് ടൂട്ടേ ഹുയെ മാനവ മൂല്യോं का, ജീവിതത്തിൽ നിന്ന് കൈമോശം വന്ന അല്ലെങ്കിൽ വേർപെട്ടു പോയ സ്നേഹം, സമാധാനം, അഹിംസ, നീതി, വിശ്വാസ്യത മുതലായ മാനുഷിക മൂല്യങ്ങളെ യാ അല്ലെങ്കിൽ ഉപേക്ഷിത ലഘുമാനവക, തിരസ്കരിക്കപ്പെട്ട നിസ്സാര മനുഷ്യരെ ആശ്രയ ലേനാ പടേക, ആശ്രയിക്കേണ്ടതായിട്ട് വരും. देखिए बच्चों, कवि के मत में इस संसार में, കവിയുടെ അഭിപ്രായത്തിൽ ഈ ലോകത്തിൽ അസത്യ और അധർമ്മം, അസത്യവും അധർമ്മവും रोज बढ़ते जा रहे हैं, ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാ യഹാ സത്യ और धर्म की स्थापना के लिए, അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് സത്യവും ധർമ്മവും പുനഃസ്ഥാപിക്കണമെങ്കിൽ മാനവ മൂല്യോं की और ലഘു മാനവിकी जरूरत है, മാനുഷിക മൂല്യങ്ങളുടെ അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ട നിസ്സാര മനുഷ്യരുടെ ആവശ്യകതയുണ്ട്. आप लोग जानते हैं कि ശ്രീ ബുദ്ധ, ഗാന്ധിജി ജैसे മഹാത്മാ, നിങ്ങൾക്കറിയാം ശ്രീ ബുദ്ധനെയും ഗാന്ധിജിയെയും പോലുള്ള അനേകം മഹാത്മാക്കൾ ലോക് മംഗൾ के लिए लड़ते समय, ലോക നന്മയ്ക്ക് വേണ്ടി പോരാടിയ സമയത്ത് പ്രേം, ശാന്തി, അഹിംസ, ന്യായ, ഈമാൻദാരി, സ്നേഹം, ശാന്തി, സമാധാനം, അഹിംസ, നീതി, ഈമാൻദാരി, വിശ്വാസ്യത ആദി മാനവ മൂല്യവും മുതലായ മാനുഷിക മൂല്യങ്ങളും തഥാ ഉപേക്ഷിത ലഘുമാനവും തിരസ്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യരെയും अपने साथ लेते थे, തങ്ങളോടൊപ്പം കൂട്ടിയിരുന്നു. അതാ हमें अपनी जिंदगी से मानव मूल्यों की उपेक्षा मत करनी चाहिए. അതുകൊണ്ട് നാമും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാനുഷിക മൂല്യങ്ങളെ നഷ്ടമാക്കുവാൻ പാടില്ല. നിസ്സാരമെന്ന് കരുതിയിട്ട് അവയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഉപേക്ഷിക്കുവാൻ പാടില്ല. കാരണം പ്രതിസന്ധികൾ നമുക്ക് തുണയാകുന്നത് മനുഷ്യനെ മനുഷ്യനാകുവാൻ പഠിപ്പിക്കുന്ന ഈ മാനുഷിക മൂല്യങ്ങളാവും. അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ നിസ്സാരം നാം കരുതുന്ന പല വ്യക്തികൾക്കും നമ്മെ തുണയ്ക്കുവാൻ കഴിയും. ठीक है बच्चों, इस कविता के आधार पर परीक्षा में प्रश्न कैसे पूछेंगे, ഈ കവിതയെ അടിസ്ഥാനമാക്കിയിട്ട് പരീക്ഷയ്ക്ക് എപ്രകാരമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചും और इस कविता में और किन किन बातों पर हमें ध्यान देना है, ഈ കവിതയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തുടർ പ്രവർത്തനങ്ങളായിട്ട് ചെയ്യേണ്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചും ചർച്ച करने के लिए अगले क्लास में हम फिर मिलेंगे. ചർച്ച ചെയ്യുന്നതിനായിട്ട് അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും കാണുന്നതാണ്. ധന്യവാദം.